ജെറമിയ ദുരന്തകാലത്ത് ശക്തമായ മുന്നറിയിപ്പുമായി കടന്നു വന്ന പ്രവാചകൻ. താൻ പ്രവചിച്ചത് മുഴുവൻ നടക്കുന്നത് നേരിൽ കാണേണ്ടി വന്ന പ്രവാചകൻ. ദുരന്തങ്ങളിൽ കൂടെയുള്ളവനാണ് കർത്താവ്. ശിക്ഷ നവീകരിക്കാൻ, പുതുജീവൻ നൽകാൻ വേണ്ടിയുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നവൻ. അതവൻ്റെ വിളിയിൽ തന്നെയുണ്ട്. പിഴുതെറിയാനും ഇടിച്ചു നിരത്താനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പടുത്തുയർത്താനും നട്ടുവളർത്താനുമായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ജൂദായുടെ പാപങ്ങൾ അവൻ ശക്തമായി അവരെ അറിയിക്കും. വിഗ്രഹാരാധന, ഉടമ്പടി അവിശ്വസ്തത, സാമൂഹിക അനീതി. അവൻ അവരെ ഉപമിക്കുക മരുഭൂമിയിൽ ഉന്മത്തയായി ഓടി നടക്കുന്ന പെൺ ഒട്ടകത്തോടാണ്. പാപം സുനിശ്ചിതമായ ശിക്ഷ കൊണ്ടുവരുമെന്നും ജെറുസലേം തകർക്കപ്പെടുമെന്നും പ്രശസ്തമായ ദേവാലയ പ്രസംഗത്തിൽ അവൻ ഉദ്ഘോഷിക്കുന്നു. ആന്തരിക പരിവർത്തനമാണ് വേണ്ടത്, ആചാരാനുഷ്ഠാനങ്ങളല്ല. പക്ഷേ ഇസ്രായേൽ ജനം കേൾക്കുക വ്യാജപ്രവാചകന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ബാബിലോണിനെതിരെ അവർ നീങ്ങുന്നു. ജെറമിയ അവരോട് പറയും, ബാബിലോണിനെ വിധേയപ്പെടുക, കർത്താവ് ശിക്ഷിക്കുന്നത് നവീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ടെക്സ്റ്റ് 31 അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിലാണ്. പുതിയ നിയമം നൽകുന്നു. കൽഫലകങ്ങളിലല്ല, ഹൃദയത്തിൽ നിന്ന് എഴുതപ്പെടുന്ന പുതിയ നിയമം. അതുവഴി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സുലഭമാകുന്നു. ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം പുലർത്തപ്പെടുന്നു. പാപമോചനം ലഭിക്കുന്നു. ജെറമിയ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി പ്രവചിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെടുകയും ഒറ്റിക്കൊടുക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെടുകയും വധശ്രമത്തിന് വരെ വിധേയനാവുകയും ചെയ്യുമ്പോഴും അവൻ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോവുക. ദൈവത്തോട് വിലപിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ നശിപ്പിക്കാമായിരുന്നില്ലേ, എന്തിനെനിക്ക് ജന്മം നൽകി? തൻ്റെ മനോവ്യതകൾ ദൈവത്തോട് പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. സ്വന്തം ജനം അവിശ്വസ്തയോടെ തന്നെ തള്ളിപ്പറയുന്ന ദൈവത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളുന്ന ജെറമിയ പുതിയ നിയമത്തിലെ രക്തം കൊണ്ട് രക്ഷ കൊണ്ടുവന്ന മിശിഹായുടെ പ്രതിരൂപമാകുന്നു. ഈ നോമ്പുകാലത്ത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ആന്തരിക ആത്മബന്ധത്തിൽ വളരാൻ നമുക്കാകുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.